നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു വ്യക്തി, നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ഒരു പ്രസ്ഥാനമുണ്ട്. ഭാരത് കഫ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന പുതിയകാവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം. ആ പേര് കേരളത്തിൽ എവിടെ ചെന്നാലും ഒരുവിധപ്പെട്ട എല്ലാ ആളുകൾക്കും അറിയാവുന്നൊരു പേരാണ്. അത്രമാത്രം സേവന പാരമ്പര്യം ആ പ്രസ്ഥാനത്തിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ ഉടമയിൽ ഒരാളായ പ്രിയപ്പെട്ട ജബ്ബാർക്കായെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം ജബ്ബാർക്ക, ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ് ഗ്രാൻഡായിട്ട് പോകുന്നുണ്ട്. ഗ്രാൻഡായിട്ട് പോകുന്നു. ഈ ഭാരത് കഫ എന്ന് പറയുന്ന പ്രസ്ഥാനം അതിന്ന് കേരളത്തിൽ എവിടെ ചെന്നാലും അറിയപ്പെടുന്ന തരത്തിലേക്ക് വളർന്ന് കേരളത്തിലൊരു വലിയ വിഭാഗം ജനങ്ങളുടെ മനസ്സിൽ മുദ്ര പതിപ്പിച്ച ഒരു സ്ഥാപനം. അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത്, എനിക്ക് ഓർമ്മയ കാലം മുതൽ എൻ്റെ വാപ്പ ഹോട്ടൽ വ്യവസായ മേഖലയിലായിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വാപ്പയുടെ ഹോട്ടലിൽ ചെല്ലുന്നത്. അന്ന് എൻ്റെ വാപ്പ അന്ന് നാഷണൽ ഹൈവേയുടെ പടിഞ്ഞാറ് വശം, അതായത് കാട്ടിക്കട റോഡിൻ്റെ ഓടിട്ട കെട്ടിടം, അവിടെ ഓടിട്ട ചെറിയ കെട്ടിടത്തിലായിരുന്നു. അന്ന് അവിടെ ഉച്ചയൂണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ഊണിൻ്റെ വിലയെന്ന് പറഞ്ഞത് 60 പൈസയാണ്. 60 പൈസ. അതിന് മുമ്പ് ആൾക്കാർ പറയുന്നുണ്ട് 60 അണയുള്ള കാലം പോലെ അവർക്കറിയാമെന്ന്. പക്ഷേ എനിക്കത് ഓർമ്മയില്ല. പിന്നീട് എപ്പോഴാണ് ഈ പുതിയകാവ് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് മാറിയത്? അന്നത്തെ നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുത്തിരുന്നു. അന്ന് ഇതേപോലെ അന്ന് നാഷണൽ ഹൈവേക്ക് സ്ഥലം എടുത്തിരുന്നു. ആ സമയത്ത് നമ്മുടെ കട നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അങ്ങനെയാണ് അന്ന് നമ്മൾ ആ കിഴക്ക് വശം സ്ഥലം എടുക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഈ മട്ടൺ വിഭവങ്ങളിലേക്ക് എത്തുന്നത്, അവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഭാരത് കഫ എന്ന പേര് എങ്ങനെയാണ് രൂപം കൊണ്ടത്? അതൊരു പോപ്പുലറായ പേരായിരുന്നു. വാപ്പയുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതായത് നിന്റെ വാപ്പ പത്രം മുഹമ്മദ് അലി, വലിയ വീടം പൂക്കുഞ്ഞ്, മെട്രോ ഓട്ട് കമ്പനിയുടെ മുതലാളി, പിന്നെ അഡ്വക്കേറ്റ് ഇബ്രാഹിം കുട്ടിയുടെ വാപ്പ മഹീദീൻ കുഞ്ഞ്, ഇവരെല്ലാം വൈകിട്ട് വാപ്പ അടുത്ത് സംഘടിക്കും. അവരാണ് ഗ്രൂപ്പ്. അപ്പോൾ ഈ ആദ്യം തുടങ്ങിയ സമയത്ത് പേരൊന്നും ഇല്ലായിരുന്നു, പിന്നെ ഉണ്ടാക്കിയ പേരാണ്. അപ്പോൾ അവർ പേര് കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനം ആലോചന വന്നു. അപ്പോൾ എന്ത് പേര് കൊടുക്കണമെന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഭാരത് ഹോട്ടൽ ഉണ്ടല്ലോ, അപ്പോൾ ഇന്ന് ഭാരത് കഫേ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മൾ ഭാരത് കഫേ ആക്കുന്നത്. ഭാരത് കഫേ ആക്കുന്നത്. അത് എത്ര വർഷം അവിടെ പ്രവർത്തിച്ചു? അവിടെ നമ്മൾ ഒരു 30 വർഷം അവിടെ പ്രവർത്തിച്ചു. 30 വർഷം പ്രവർത്തിച്ചു. പക്ഷെ ഇന്നും എവിടെ ചെന്നാലും അവിടെ കിട്ടിയ കറിയുടെ ടേസ്റ്റും ഇതൊക്കെ ഇപ്പോഴും ആളുകൾ പറയുന്നത്. അന്ന് ഇത്രയും സ്ഥാപനങ്ങളില്ല, ഇത്രയും ജനങ്ങളില്ല, തുച്ഛമായ കസ്റ്റമറുള്ളൂ, വരുന്നവർക്കെല്ലാം തൃപ്തികരമാക്കുന്ന കൊടുക്കാൻ പറ്റുന്ന ഒക്കെ ഒരവസ്ഥയായിരുന്നു. പക്ഷേ അന്നൊക്കെ ഞാൻ ഈ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അന്ന് നമ്മൾ ഈ പൊടി സാധനങ്ങളെല്ലാം പെണ്ണുങ്ങളെ നിർത്തി ഇടിച്ച് ഉരലിൽ പൊടിക്കുകയായിരുന്നു. അതെ അതെ. 5 സ്ത്രീകളായിരുന്നു അന്ന്. മല്ലി, മുളക്, മഞ്ഞൾ, അരി വരെ നമ്മളന്ന് ഇടിച്ച് പൊടിപ്പിക്കുകയായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അത് പറ്റുന്നില്ല. ഇപ്പം നമ്മളെല്ലാം മെല്ലി കൊടുത്ത് പൊടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അന്തരമുണ്ട്, മാറ്റമുണ്ട്. അന്ന് ഒരു പ്ലേറ്റ് കറിക്ക് എത്ര രൂപ? അന്നൊരു മട്ടൻ കറിക്ക് 2 രൂപയായിരുന്നു. 2 രൂപ പ്ലേറ്റ് മട്ടൻ കറിക്ക്. അപ്പത്തിന് അന്ന് 5 പൈസ. 5 പൈസ. അപ്പോൾ അത്രയും മുതലിന് കൊടുക്കാൻ പറ്റും അന്നത്തെ കാലഘട്ടത്തിന് അത് കൊടുക്കും. അന്നൊരു ആട്ടിനെന്ന് വെച്ചാൽ 1000 രൂപ വിലയുള്ളൂ. 1000 രൂപ. ഇന്നൊരു ആട്ടിന് 20,000 രൂപ വിലയുണ്ട്. 20,000. 1000-ൽ നിന്ന് 20,000 ആടിൻ്റെ വില എത്തിയിരിക്കും. അതനുസരിച്ച് 2 രൂപയിൽ നിന്ന് എത്രയിലേക്ക് കറിക്ക് വന്ന മാറ്റം? അതിൽ ഒരു 100% വരെ മാറ്റം ഉണ്ടായി. വാപ്പ മരിച്ചിട്ട് എത്ര വർഷമായി? വാപ്പ മരിച്ചിട്ട് ഇപ്പോൾ 20 വർഷമാണ്. ഇപ്പോൾ ഒരു കാര്യത്തിനകത്ത് ഞങ്ങൾ നാട്ടിൻപുറത്തെ ആളുകളെന്ന രീതിയിൽ ബഹുമാനത്തോടെ കാണുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ആര് ലക്ഷ്യം വെച്ചത് തുടങ്ങുന്നു, അതിൻ്റെ പിന്തുടർച്ചക്കാർ അതിനെ ഫോളോ ചെയ്തില്ലെങ്കിൽ അത് തകർന്നു പോകും. സത്യത്തിന് വിലയുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാപ്പ ആരംഭിച്ച ആ പ്രസ്ഥാനം അത് കണ്ണിലെ കൃഷ്ണമണി പോലെ അത് ജബ്ബാർക്കായും നിസാർക്കായും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമർപ്പണമാണ്. അത് ഇന്ന് ഈ രീതിയിൽ വരെയും നശിക്കാതെ കൂടുതൽ വികസിച്ച് നിങ്ങളുടെ നിസാർക്കായും ഇക്കാടെ ഒരു സമർപ്പിതമായ ജീവിതം തന്നെ. അത് എടുത്തു പറയേണ്ടത്, അംഗീകരിക്കപ്പെടേണ്ട കാര്യമാണ്. ഇപ്പം നാഷണൽ ഹൈവേയുടെ നിർമ്മാണം വരുമ്പോൾ നമുക്ക് ചില പ്രതിസന്ധികളൊക്കെ നേരിടുന്നുണ്ട്. അത് നമ്മൾ സജഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹൈവേയുടെ പണി കംപ്ലീറ്റ് ചെയ്തെങ്കിലേ നമുക്കൊരു പുതിയ
റെസ്റ്റോറൻറ്റിനെ പറ്റി തീരുമാനം എടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു കായംകുളത്തോ കൂടെ ഒരു മറ്റു സ്ഥാപനം കൂടെ നിങ്ങളുടെ ബ്രാഞ്ചും കൂടെ ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടിടത്തും നല്ല രീതിയിൽ നല്ല പെർഫോമൻസ്. അത് എൻ്റെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴ വിട്ട് കഴിഞ്ഞാൽ കൊല്ലം വരെ മട്ടൻ കറി കിട്ടുന്ന ഒരു സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ, അത് ഭാരത് കഫേ എന്ന് പറയും. ആ പേരിലേക്ക് എത്താൻ കാര്യം എന്താണെന്നറിയോ? നിങ്ങളുടെ സ്ഥാപനത്തിനകത്ത് ഒരിക്കലും ഇറച്ചിക്കകത്ത്, ഈ മട്ടൻ ഇറച്ചിക്കകത്ത് മായം ചേർക്കത്തില്ല എന്ന് ജനങ്ങൾക്കുള്ള ഒരു വിശ്വാസമാണ്. വിശ്വാസം നമ്മൾ മരണത്തെ പേടി ചെയ്ത ബിസിനസ്. അതെ, യെസ്. ആ ഭക്തിയിൽ അധിഷ്ഠിത, ഭക്തിയിൽ അത് ഒരു ഇസ്ലാമിക വിശ്വാസി എന്ന നിലയിൽ, ദൈവവിശ്വാസി എന്ന നിലയിൽ മായം ചേർക്കുന്നതാണ് ഏറ്റവും വലിയ പാപം എന്ന്, ഭക്ഷണ സാധനത്തിൽ മായം ചേർക്കുന്നതാണ് ഏറ്റവും വലിയ പാപം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിൻ്റെ വിശ്വാസികളായതുകൊണ്ട് തീർച്ചയായിട്ടും ആ മതവിശ്വാസം വിതരണം ചെയ്യുന്ന ഈ ഭക്ഷണത്തിനകത്ത് നീതി നിങ്ങളെ കൊണ്ട് പുലർത്തിക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെ. ആ ഒരു വിശ്വാസമാണ്. അതായത് മിക്ക കടകളിലും ഈ മട്ടൻ കറി എന്ന് പറയുന്നത് തരുന്നതിനകത്തെല്ലാം മിക്സ്ഡ് സാധനം അല്ലേ? നമ്മൾ ലൈവായിട്ട് ചെയ്യുമല്ലോ. മാർക്കറ്റിൽ പോയി ആടിനെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ തന്നെ ഫാമുണ്ട് നമുക്ക്. ഫാമിലാക്കി ആവശ്യം അന്ന് നമ്മൾ മിനിമം ഒരു 4 ആട് 5 ആട് നമുക്ക് ഡെയിലി വേണ്ടി വരും. ഈ വേറൊരു പ്രത്യേകത ഞാൻ ചോദിക്കട്ടെ, ഈ ഭാരത് കഫേ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബോർഡിനകത്ത് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ ആയാലും ഒന്നുകിൽ ഹോട്ടൽ എന്നെഴുതും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് എന്നെഴുതും. പക്ഷേ ഇതൊന്നും ജനങ്ങൾക്ക് ആവശ്യമില്ല, ഒറ്റ പേര് മതി. ഭാരത് കഫേ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഈ സ്ഥാപനം ഇവിടെ എന്താണ് വിൽക്കുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ല ബോർഡിലൂടെ. മറ്റേത് ഹോട്ടലാണെങ്കിൽ ഹോട്ടൽ തന്നെ ഇപ്പം രമേശ് ഹോട്ടൽ എന്ന് എഴുതി രമേശ് ഹോട്ടൽ ചേർക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നെയിം ബോർഡിനകത്ത് അവിടെ എന്താ സെയിൽ ചെയ്യുന്നതെന്ന് പറയുന്നില്ല, പക്ഷേ ജനങ്ങൾക്കറിയാം. അതാണ് ആ സ്ഥാപനത്തിൻ്റെ ഒരു വളർച്ച. പബ്ലിക്ക് നമ്മളായിട്ട് നല്ല ബന്ധമുണ്ട്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഘടകം. ഇത് ഇത്രയും കാലത്തിനുള്ളിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വലിയ പിന്തുണ അല്ലേ? സമൂഹത്തിൻ്റെ എല്ലാ തുറകളിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും നമ്മളോട്ട് നല്ല ഇതാണ്. പിന്നെ ഇതിനിടയ്ക്ക് നമ്മുടെ കടയിൽ വന്നു പോകാത്ത പ്രഗത്ഭരായ ആളുകളില്ലല്ലോ. സിനിമാ മേഖലയിൽ സുരേഷ് ഗോപി വരും, രാഷ്ട്രീയ മേഖലയിൽ നിന്ന് എല്ലാവരും വരും, സംവിധായകർ വരും, സിനിമാ നടന്മാരെല്ലാം എല്ലാവരും വരും. നമ്മുടെ ഈ ഇവിടെ അടുത്ത സമയത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളിലെല്ലാം ഈ പ്രധാനപ്പെട്ട VIP എത്തുമ്പോൾ അവിടെയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് എത്തുന്നത്. ഏതായാലും നമ്മുടെ നാടിൻ്റെ അഭിമാനമായി വളർന്നു വരുന്ന ഭാരത് കഫേ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ജനങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കുവാനുള്ള നിങ്ങളുടെ മനസ്സിന് ഹൃദയം നിറഞ്ഞ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഓക്കെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? സാർക്കാം, ഞങ്ങൾ രാവിലെ എബ്ബാർക്കായ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യമായിട്ട് അറിയാവുന്നതായിരിക്കും, എങ്കിലും കൂടുതൽ ആഴത്തിൽ കുറച്ചുകൂടെ മുതിർന്ന വ്യക്തിയായിട്ട് അദ്ദേഹം വാപ്പാടം മരണം തൊട്ടും ഈ ഭാരത് കഫേ എന്ന പേരുൾപ്പെടെ എല്ലാം പുള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെയും അവിടെ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമില്ലല്ലോ എല്ലാ കാര്യങ്ങളും? ഇല്ല, വ്യത്യസ്തമായിട്ടൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അതിൻ്റെ അതേ തുടർച്ച തന്നെയാണല്ലോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അവിടുത്തെ അതേ മെനുവും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ ജബ്ബാർക്കടുത്ത് ഒരു കാര്യം ചോദിക്കാൻ പറ്റുന്നു. ഈ സൂപ്പ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഐഡന്റിറ്റി സൂപ്പ് എന്ന് പറയുന്നത്, അത് പുതിയവരെ പോലെ ഇവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ പരസ്യവാചകം പോലും ഞാൻ ഇവിടെ നമ്മൾ പിന്നെ റെസ്റ്റോറൻറ്റ് ഇവിടെ തുറക്കുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ വാചകം തന്നെ അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു മട്ടൻ സൂപ്പ് കുടിക്കാം എന്നൊരു ടൈറ്റിൽ കൊടുത്തിട്ടാണ് ഞാൻ. നമുക്ക് ഒരു പക്ഷേ എറണാകുളം വിട്ട് കഴിഞ്ഞാൽ ഈ മട്ടൻ്റെ വിഭവങ്ങൾ കിട്ടുന്ന ഒരു കട ഭാരത് കഫേ എന്നായിരുന്നു ഇപ്പോഴും പേര്. ഇപ്പോൾ കായംകുളത്തോടെ ഇപ്പം എറണാകുളം ഭാഗത്ത് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ആദ്യത്തെ ഒരു സംരംഭമല്ലേ അല്ലേ മട്ടൻ്റെ അത്? അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പ്രതീക്ഷയൊക്കെ ഉയരുന്നുണ്ട്, ബിസിനസ് നന്നായിട്ട് പോകുന്നുണ്ട്. മാത്രമല്ല നമ്മൾ കാലാനുസൃതമായിട്ട് കുറച്ചുകൂടെ പുതിയ തലമുറയെ കൂടെ ഉൾക്കൊള്ളൊക്കെ തരത്തിൽ അവിടെ നമ്മളിപ്പോൾ നമ്മുടെ ഒരു പിന്നെ മാതൃസ്ഥാപനത്തിൻ്റെ അതേ തനിപ്പകർപ്പ് നമുക്ക് മറ്റൊരിടത്ത് ചെയ്യാന്ന് പറയുന്നത്, അത് തനിപ്പകർപ്പ് മറ്റൊരിടത്ത് ശ്രമിക്കുക എന്ന് പറയുന്നത് അബദ്ധമാണ്. കാരണം അത് അന്ന് ഒരു പരിധിവരെ ദൈവികമായിട്ട് സംഭവിക്കുക എന്ന് പറയത്തില്ലേ, അങ്ങനെ സംഭവിച്ചതാണ് അത് ബാപ്പ ആ കാലത്ത്. കാരണം നമുക്ക് അറിയാമല്ലോ, അത്രയും ആ കാലഘട്ടത്തിലെന്ന് പറയുന്നത് ഇത്രയും പ്രീമിയം മട്ടൺ പോലൊരു പ്രീമിയം സാധനത്തിന് മാർക്കറ്റ് അതെ 2 രൂപയ്ക്ക് വലിയ മൂല്യമുള്ള കാലവുമായിരുന്നല്ലോ എന്ന് പറയുന്നത്. അപ്പം ആ കാലഘട്ടത്തിൽ അത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ് നമ്മൾ ദൈവികമായിട്ട് സംഭവിക്കുക എന്ന് പറയുന്നത്, അങ്ങ് സംഭവിച്ചു പോകുന്നത് അതെന്ന് പറയുന്നത്. അതിനെ വീണ്ടും ഒരിക്കൽ കൂടി അങ്ങനെ സംഭവിപ്പിക്കാൻ ശ്രമിക്കുന്നത് അബദ്ധമായതുകൊണ്ട് തന്നെ ഞാൻ നമ്മളിവിടെ ബ്രാഞ്ച് തുടങ്ങുമ്പോൾ
ഓരോ പ്രദേശത്തും ആ പ്രദേശം ആവശ്യപ്പെടുന്ന ഒരു ഭക്ഷണ സംസ്കാരവും കൂടെ ഉണ്ട്. ആ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു പിന്നെ നമ്മളിൽ ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഉണ്ട്. അപ്പം അതും കൂടി ഉൾപ്പെടുത്തി അവരെ കൂടെ നമ്മുടെ കൂടെ ചേർത്ത് വരത്തക്ക രീതിയിൽ പിന്നെ പുതിയ തലമുറയും കൂടെ ഉൾപ്പെടുത്തത്തക്ക രീതിയിലുള്ള മെനുവിലെ പരിഷ്കാരവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബാപ്പ എങ്ങനെയാണോ തുടങ്ങി നമുക്ക് കൈമാറി തന്നത് അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ മാത്രമാണ് നമ്മളിത് തുടരാൻ ആഗ്രഹിക്കുന്നത്. നാളെ ഇനി പടച്ചവൻ അനുകരിച്ച് നമ്മുടെ ബിസിനസ്സിന് ഇനി വളർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുമ്പോൾ പോലും ഇനിയൊരു ബ്രാഞ്ച് നമ്മൾ തുടങ്ങുമ്പോൾ പോലും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അടുത്ത ബ്രാഞ്ച് തുടങ്ങുമ്പോൾ പോലും അതിൻ്റെ ബേസ് ഇത് തന്നെ ആയിരിക്കും. അപ്പം അതിന് പറ്റുന്ന സ്ഥലം കണ്ടെത്തി നമുക്ക് തന്നെ നമ്മുടെ ഷോപ്പിൽ തന്നെ ആടിനെ ഇറക്കാനുള്ള സൗകര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും കിട്ടുന്ന അത്രയും സ്ഥലവും ബാക്കിയുള്ള കാര്യങ്ങളും കിട്ടുകയാണെങ്കിൽ അത് ബ്രാഞ്ച് തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അവിടെ തന്നെ ആടിനെ അറുത്ത് വെട്ടിയെടുത്ത് റെഡിയാക്കി നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയുള്ളിടത്തേക്ക് ചെയ്യാൻ അങ്ങനെ ഒരു ആഗ്രഹങ്ങളുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ച തന്നെയാണ് പുതിയാവിൽ ഭാരത് കഫേ മൈതാനത്തിൻ്റെ കിഴക്കുവശത്ത് വാപ്പ എങ്ങനെ തുടങ്ങി വെച്ചോ അതിൻ്റെ തുടർച്ചയാണ്. പിന്നെ കാലാനുസൃതമായ മാറ്റങ്ങൾ കാലം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മെനുവിലൊക്കെ മാറ്റം വരുത്തി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും 100% അതിനോട് നീതി പുലർത്തി പോകാൻ തന്നെയാണ് ഇപ്പോഴും ശ്രമിക്കുന്നത്. എല്ലാ സൗകര്യത്തോടുകൂടി തന്നെ തുടങ്ങിയത്. അതെ, നമുക്ക് എത്ര വരെ ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റും? ഒരു 120-125 പേർക്കോളം ഇതിനകത്ത് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ചെയ്തേക്കുന്നത്. അത് 2 റെസ്റ്റോറൻ്റാണ് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ നോൺ AC ഇതാണ്, നോൺ AC റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് AC വേണ്ടാത്ത ആളുകളുണ്ടെങ്കിൽ അതിനകത്ത് അവർക്ക് ഇരിക്കാൻ അപ്പുറത്തെ AC അല്ലേ? അത് മറ്റേത് നമ്മൾ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് എന്നുള്ള നിലയിൽ പൂർണ്ണമായിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ചെയ്തേക്കുന്ന ഒരു AC റെസ്റ്റോറൻറ്റാണ്. എന്തൊക്കെ വിഭവങ്ങളാണ് പ്രധാനമായിട്ടും? നമുക്ക് പുതിയാവിൽ തന്നെ നമ്മുടെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന പോലെ തന്നെ 60 വർഷമായിട്ട് ഉള്ള പിന്നെ ഒരു പ്രസ്ഥാനമാണ്. അപ്പം മെയിൻലി മട്ടൺ ബേസ്, അതായത് നമ്മുടെ പ്രധാനം. അത് പഴമ നഷ്ടപ്പെടാതെ പുതിയ വിഭവങ്ങൾ, അതാണ് നമ്മുടെ ഭാരത് കഫേ പുതിയ ബ്രാഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നമുക്ക് പഴയതുപോലെ തന്നെ മട്ടൺ റോസ്റ്റ്, മട്ടൺ ചാപ്സ്, മട്ടൺ നല്ലി, പിന്നെ മട്ടൻ്റെ ലിവർ, മട്ടൺ ബ്രെയിന്, ഇങ്ങനെയുള്ള ഐറ്റംസ് പഴമ അതുണ്ട്. വ്യത്യസ്തമായിട്ട് മറ്റെന്തെങ്കിലും നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വന്നിട്ട് മട്ടൺ മന്തി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മട്ടൺ മന്തി, ചിക്കൻ മന്തി, മട്ടൺ മന്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇന്ന് ഈവനിങ് മാത്രമേ കിട്ടുന്ന ഒരു വിഭവമുണ്ട്, മട്ടൺ റിബ്, ഗ്രിൽഡ് റിബ്. അതായത് നമ്മുടെ അൽഫാം ചെയ്യുന്ന അതേ മസാലയ്ക്കകത്ത് പെപ്പർ മസാലയ്ക്കകത്ത് മട്ടൻ്റെ റിബ് വെച്ചിട്ടുള്ളൊരു വിഭവം. നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളതും ആൾക്കാർക്ക് പ്രിയപ്പെട്ട ഒരു ഐറ്റമാണത്. എന്തായാലും നമുക്ക് ഒന്ന് പിന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ഇത് തന്നെ ആവും മട്ടൺ ബിരിയാണിയുടെ ഒരു ശകലം കഴിച്ചു നോക്കാം. ഞാനിത് വർഷങ്ങൾ കൊണ്ട് പുതിയകാവ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ നാട് എന്നല്ല, നമ്മുടെ നാട്ടുകാർ കേരളത്തിൽ എവിടെ ചെന്നാലും നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഇങ്ങനെ സംസാരത്തെ കൂട്ടുന്നത് ഞങ്ങളുടെ നാഷണൽ ലെവലിൽ വരുമ്പോൾ പുതിയകാവിൽ ഇറങ്ങാറുണ്ട്. പുതിയകാവിൽ എന്തിനാ ഇറങ്ങിയ? അത് ഞങ്ങൾ ഭാരത് കഫേ കാപ്പി കുടിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ആ പല പ്രദേശത്തുള്ള ആൾക്കാരെ ഈ പ്രദേശത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ്. തീർച്ചയായിട്ടും മനസ്സിലായി. അവരുടെ അനുഭവത്തിലും ഒരിക്കലും മറക്കാതെ നിൽക്കുന്നത് അത് ഈ ഫുഡിൻ്റെ ഒരു രുചിയാണ്. പ്രത്യേകിച്ച് ഇവരുടെ വാപ്പ ഉള്ള കാലം മുതൽ അതിനകത്ത് പുലർത്തുന്ന കൃത്യനിഷ്ഠത, സത്യസന്ധത, വിശ്വാസ്യത, ഇതൊക്കെ ജനങ്ങളിൽ നിന്നും കിട്ടിയ ഒരു സംഭവമാണ്. ഉഗ്രൻ. അവിടുത്തെ ആ പഴയ ക്വാളിറ്റി അതേ രീതിയിൽ തന്നെ ഇവിടെ നിലനിർത്തി. അതായത് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മുടെ സ്റ്റാഫുകൾ, അതായത് നമ്മുടെ കുക്കുമാരൊക്കെ എന്ന് പറഞ്ഞാൽ 10-30 വർഷമായിട്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാർ. ഇപ്പം പഴയ പുതിയാവിലാണെങ്കിൽ 10-40 വർഷത്തിന് മുകളിലുള്ള ആൾക്കാരാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് 30 വർഷത്തോളം നമ്മുടെ കടയിൽ നിന്ന് എക്സ്പീരിയൻസ് ആയ അതേ ആൾക്കാർ തന്നെ ഇവിടെയും നമുക്ക് കിട്ടി. അതിന് വാപ്പ കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് വരുവാണ് ഇതിനകത്ത് ഏറ്റവും നിർമ്മാണമായിട്ട് എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ് സർവീസ് പോയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ പോലും ഇതിനെ വളർത്തുന്നതിന് വലിയ പങ്ക് വഹിച്ചാണ്. ഏതായാലും എല്ലാ സൗകര്യങ്ങളും നിലനിൽക്കട്ടെ. കുഴപ്പമില്ല, നല്ല ഫുഡ്.
നമുക്ക് എല്ലാം കൊണ്ടും സാറ്റിസ്ഫാക്ഷൻ ആണ്. നല്ല നല്ല വരുന്നതിനും ഫാമിലിയായിട്ട് വന്നിരിക്കുന്നതിനും ഇവിടെ വന്നായിരുന്നു. ഫുഡ് നല്ലതാണ്ടാ വീണ്ടും വന്നത്. അത് ശരി. എവിടെ വർക്ക് ചെയ്യുന്ന? ഞാൻ ഗൾഫിലാണ്. ഞാനിപ്പോൾ ഏത് ആലപ്പുഴ പോയിട്ട് വരിക. ആലപ്പുഴ പോയിട്ടില്ല. ആലപ്പുഴയിൽ ഭക്ഷണം കഴിക്കാൻ ശരി. നമസ്കാരം. എവിടെ സ്ഥലം? എവിടെ? ഇവിടെ കായംകുളത്തിൽ. കായംകുളത്ത്. ഈ സ്ഥാപനത്തെ പറ്റി എങ്ങനെയുണ്ട് പൊതുവെ? നല്ല അഭിപ്രായം. ഫുഡിൻ്റെ കാര്യത്തിലാണ്. നല്ല ഫുഡാണ്. സ്ഥിരമായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാം. കാസർഗോഡ് നമ്മൾ കരുനാഗപ്പള്ളിലും നേരത്തെ വന്നിട്ടുള്ളത്. കഴിക്കാറുണ്ട്. നല്ല ഫുഡാണ്. നല്ല ഫുഡായത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നത്.